ഏതെങ്കിലും സാഹിത്യകാരൻ, ഏതെങ്കിലും കലാകാരൻ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എം ടിയുടെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് എം ടി പറഞ്ഞത് ശരിയാണ് എന്ന് ഏറ്റു പറയുന്ന ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ കരുതുന്നില്ല. അത് ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്ത് വേണമെന്നറിയോ? അത് ഇന്നലെ പറയേണ്ടവരായിരുന്നു. അത് ഇന്നലെ വരെ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതിനെല്ലാം തന്നെ നിങ്ങൾ മൗനം വിദ്വാനുഭൂഷണം എന്ന നിലയിൽ അതിന്റെ എല്ലാവിധ ഉച്ചിഷ്ടങ്ങളും നിങ്ങൾ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാലിന്യത്തിൽ പ്ലവങ്ങളായി തീർന്നിരിക്കുന്ന ആധുനിക ചാമ്പ്യന്മാർ സാഹിത്യകാരന്മാരാണ് ഈ കേരളത്തിനകത്തുള്ളത്. ഇവർ കൊടുത്തിരിക്കുന്ന പട്ടം ചാർത്തിയിട്ട് കൊടുത്തവൻ, ആ പട്ടം ചാർത്തിയിരിക്കുന്ന കോവർ കഴുതകൾക്ക് മാത്രമാണ് ഇയാൾ സൂര്യനാണ് ഉരുകി ഒലിച്ചു വന്ന്. ഒരു പാർട്ടി സെക്രട്ടറി പോളിറ്റ് മെമ്പറിലെ വാസ്തവത്തിലാണല്ലോ, അല്ലേ? പാർട്ടി സെക്രട്ടറി പോളിറ്റ് മെമ്പറുമായിരിക്കുന്ന ഒരാള് വളരെ അൺപാർലമെന്ററി ആയിരിക്കുന്ന ഭാഷ എന്റെ വായിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരാളിനെ ന്യായീകരിക്കാൻ പോകാന്ന് പറയുന്നത് അർത്ഥമാണ് പറയുന്നത്. ഇന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞത്, അയാളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് സാധനം യൂണിവേഴ്സിറ്റി ഇഡിയറ്റ് എന്ന് പറയും. അയാൾ ഇന്ന് വിശദീകരിച്ചിരിക്കുന്ന സംഭവത്തിനേക്കാൾ വേറെയാണ്. അപ്പൊ ഇതിൽ ഓരോ ഘട്ടത്തിലും നിങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ എത്ര ജാഗ്രത പാലിക്കുന്നത് എന്നതാണ് ഇതിന് പ്രാഥമികമായിരിക്കുന്നത്. എന്തിനാണ് ഇത്ര വലിയ ജാഗ്രത പാലിക്കുന്നത്? ഇയാൾ ഇന്ന് വരെ പൊതുജീവിതത്തിനകത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ ഒരു സാമൂഹ്യ പ്രശ്നത്തിൽ ഇടപെട്ടതായിട്ട് ഒരു ഉദാഹരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഈ ഘടകകക്ഷി മുന്നണിയുടെ ആളായി ഇവിടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരു ഉദാഹരണം, സാമൂഹ്യമായിരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഇടപെട്ടത്, പാർട്ടി വിഷയത്തിൽ ഇടപെട്ടിട്ട് അത് വേറെ വിഷയമാണ്. പാർട്ടിയിലൂടെ വരുന്നവരൊന്നും നേതാവുമല്ല. ആരാ പറഞ്ഞ് പാർട്ടിയിലൂടെ വരുന്നവരാണ് നേതാവ് എന്ന്? ജനങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ജനങ്ങളാൽ വരുന്ന നേതാവാണത്. ലീഡർ ഓഫ് ദ മാസസ് എന്നാണ് അർത്ഥം. ഈ ലീഡർ ഓഫ് ദ മാസസ് പാർട്ടിയുടെ നേതാവായി വരിക, നിങ്ങൾ പാർട്ടി അങ്ങ് പിടിക്കുകയാണ്. പിന്നെന്താണ്? പാർട്ടിയാണോ എന്റെ ബുദ്ധി നിശ്ചയിക്കേണ്ടത്? ഞാൻ എന്ത് ആലോചിക്കണം, ഞാൻ എന്ത് ചിന്തിക്കേണ്ട ആലോചിക്കേണ്ടത് പാർട്ടിയല്ല. ഇതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ വന്നിരിക്കുന്നത് ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന സർഗാത്മകമായിരിക്കുന്ന ഒരു വിലയിരുത്തൽ എന്താണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് വരുന്നത് എന്താണ്? അതിന് സൈനികതയുടെ നിഗൂഢത ഉണ്ടായിരിക്കും. ഈ സൈനികതയുടെ നിഗൂഢത വന്നു കഴിഞ്ഞാൽ പിന്നെന്തില്ല? മനുഷ്യന് സ്വാതന്ത്ര്യമില്ല, മനുഷ്യന് ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പൊ സ്വാതന്ത്ര്യം എന്ന സംഭവം എന്താണ്? സ്വാതന്ത്ര്യമില്ലാത്ത സമത്വത്തെ കുറിച്ചാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകമെമ്പാടും പ്രഖ്യാപിച്ചത്. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വം. മറുഭാഗത്ത് വരുന്നതോ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യവും. ഇത് രണ്ടുമല്ല ശരി. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വവും സമത്വമില്ലാത്ത സ്വാതന്ത്ര്യവും അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ആത്യന്തികമായിരിക്കുന്ന സ്വാതന്ത്ര്യബോധമാണ്. ഈ സ്വാതന്ത്ര്യബോധം ഉണ്ടാവണമെങ്കിൽ മനുഷ്യൻ സിവിലൈസ്ഡ് ആവണം, മനുഷ്യൻ കൾച്ചറലൈസ് ചെയ്യപ്പെടണം. ഈ കൾച്ചർ ചെയ്യപ്പെടാനുള്ള ഊർജ്ജം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയോ? നിങ്ങൾ ചിന്തയിൽ കലാപം ചെയ്യരുത്. നിങ്ങൾ വ്യവസ്ഥാപിതത്വങ്ങളെ ഭേദിക്കാൻ പഠിക്കണം. ഈ വ്യവസ്ഥാപിതങ്ങളെ ഭേദിക്കാൻ പഠിക്കാത്തതുകൊണ്ടാണ് യാതൊരു ലജ്ജയുമില്ലാതെ അയാൾ ആ പാട്ട്, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അയാൾ ആ സാധനം കേട്ട് അങ്ങനെ ഞെടിഞ്ഞാസറത്തിലായിരിക്കുകയല്ലേ, അല്ലേ? ഇപ്പൊ അവസാനം വന്ന സാധനം എന്താ? അവസാനം വന്നത് ഈ നവകേരളത്തിൽ ഉപയോഗിക്കുന്ന ബസ് പൊളിക്കാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ബസ് പൊളിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനകത്ത് ഒന്നും മാത്രം മാറ്റുന്നില്ല, ഒറ്റ സാധനം മാറ്റുന്നില്ല. ഏതാണെന്ന് പറഞ്ഞാൽ അതിനകത്തെ ശുചിമുറി, ടോയ്ലറ്റുകൾ മാത്രം മാറ്റുന്നില്ല. ഈ ടോയ്ലറ്റുകൾ മാത്രം മാറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ ഗൗരവപരമായിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അതിനകത്ത്. അതാണ് കേട്ടത്. ഈ വിഷയത്തിനകത്ത് അല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. മറുഭാഗത്ത് വരുമ്പോ അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ് ഇരിക്കുന്ന മണ്ണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിദ്വാൻ കാശി വിട്ട്. ഈ കേരളത്തിലെ മന്ത്രിയാണ് അയാൾ. നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളൊരു മന്ത്രിയുടെ പോസ്റ്റ് പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏഭ്യതരങ്ങൾ വിളിച്ചു പറയുന്നത്. ഇത്ര ഏഭ്യതരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിന് മറ്റെന്തിനേക്കാൾ വരാവുന്ന ഒരു ടൈറ്റിൽ വാല്യൂ ഉണ്ടാവും. ആ ടൈറ്റിൽ വാല്യൂ വഴി നിങ്ങൾ ചെയ്യുന്നത് എന്താ അറിയോ? ഒരു ജനതയുടെ സാമാന്യമായിരിക്കുന്ന സാമൂഹ്യ ബോധത്തെയാണ് നിങ്ങൾ കടന്നാക്രമിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിച്ചിട്ട് അവിടെ നിങ്ങളവിടെ വിധേയത്വത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കുകയാണ് ഇത്. വിനീതനും വിധേയനുമായി തീരുന്ന രാഷ്ട്രീയം. ഈ വിനീതനും വിധേയനുമായി തീരുന്ന രാഷ്ട്രീയമല്ല പുരോഗമനത്തിന്റെ രാഷ്ട്രീയം. മറിച്ച് അതിനെതിരെ കലാപം ചെയ്യാനും കരുത്താർജിക്കുവാനുമാണ് ശരിക്കും ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്. വിഖ്യാതനായിരിക്കുന്ന ബെർട്ടോൾഡ് ബ്രെറ്റിന്റെ ഗംഭീരമായിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് പാറ്റൻ ടാങ്കുകളെയും പൂർവ്വവിമാനങ്ങളെയും അതിജീവിക്കാം, പക്ഷേ ഈ മൂട്ടകൾ ഹാവൂ എന്ന്. ഈ മൂട്ടകളാണ് ഇവരെ പോലുള്ള ആളുകളാണ് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞത്. അല്ലെങ്കിൽ എന്ത് വേണം? ഇദ്ദേഹം തന്നെ ആവശ്യപ്പെടണ്ടേ? ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രചരിപ്പിക്കാനോ എഴുതാനോ പാടുള്ളതല്ല. പാർട്ടി മെമ്പർമാരോട് പറയണ്ടേ? ഏതെങ്കിലും ഒരു സ്ഥലത്തായ അങ്ങനത്തെ ഒരു തിട്ടൂര വറയ്ക്കോ? ഈ തിട്ടൂര വറക്കുമ്പോഴാണ് ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. പഴയ കേരളത്തിനകത്ത് ആദ്യമായ കേരളത്തിനകത്ത് സബൂർ ഇവിടെ കോഴിക്കോട് ഭരിച്ചല്ലോ. ഈ കോഴിക്കോട് ഭരിക്കുന്ന ഘട്ടത്തിൽ അത് പോർച്ചുഗീസുകാർ കപ്പം കൊടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ സബൂറിനുണ്ടായി.
അപ്പൊ ആ ഘട്ടത്തിലാണ് ഇതിനകത്തെ ആസ്ഥാന നിലയവിദ്വാനായിരിക്കുന്ന ഒരു കവിയോട് മന്ത്രി ആവശ്യപ്പെടുകയാണ് ഒരു കവിത അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. അത് എഴുതപ്പെട്ടപ്പോൾ ആ കവി ആസ്ഥാന നിലയവിദ്വാനായിരിക്കുന്ന കവി എന്ത് ചെയ്യാന്ന് പറഞ്ഞൊരു കവിത എഴുതുകയാണ്. അപ്പൊ ഇയാൾ കപ്പം കൊടുത്ത് പിന്നെ സാമൂതിരി ജീവിക്കുന്ന കാലമാണ്. രാജ്യത്തിന് കപ്പം കൊടുത്ത് ജീവിക്കാൻ, അന്യ രാജ്യത്തിന് കപ്പം കൊടുത്ത് ജീവിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ എന്താന്ന് പറഞ്ഞാല് പിന്നെ സാമൂതിരിയുടെ പിന്നെ രാജ്യത്തിന്റെ പൊലിമ ആകാശത്തോളം ഉയർന്നിരിക്കുന്നു, ലോകം മുഴുവൻ അത് വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും അത് അദ്ദേഹത്തിന്റെ കൊടിയുടെ അടയാളം ഇനിയും ഉയർന്നുയർന്ന് പൊങ്ങിയാൽ സാമൂതിരിയുടെ രാജവംശത്തിന്റെ പിന്നെ കൊടിയുടെ അകത്ത് അടയാളം ഉണ്ടായിരിക്കുന്ന പുലിയുടെ ഇത് കാരണം ചന്ദ്രനിലുണ്ടായിരിക്കുന്ന മാൻ ഓടിപ്പോയി കഴിയും. അങ്ങനെ ചന്ദ്രനിലുള്ള മാൻ ഓടിപ്പോകുന്നതോടെ സാമൂതിരിയുടെ ഭാര്യയുടെ മുഖത്തിന്റെ കാന്തി കുറഞ്ഞു പോകും എന്ന് എഴുതി വെച്ചു. ഇത് എഴുതി വെക്കുന്ന അതായത് ഈ എഴുതി വെക്കുന്ന അത്രയേറെ എന്താ പറയാ പിന്നെ ലജ്ജാകരമായ സംഭവത്തിന് ആവർത്തനമല്ലോ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ കേരളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പേനയുന്തികൾ എഴുതി വെക്കുന്നത്. അതിനെതിരെ ഒരു അക്ഷരം പോലും പറയാതെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്ന ഒരാൾ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നയാൾ, അയാൾ അതിനെതിരെ ന്യായീകരിക്കുകയാണ്. ഒരു പടുബുദ്ധിയായിരിക്കുന്ന ഒരു സെൻട്രൽ കമ്മിറ്റി മെമ്പർ അത് ന്യായീകരിക്കുകയാണ്. അങ്ങനെ എന്താ പറയാ പിന്നെ ഇങ്ങനെയുള്ള വലിയ പുരുഷന്മാർ, അത് നാരായണ ഗുരുവോടാണ് ഉപയോഗിക്കുന്നത്, മഹാത്മാഗാന്ധിയോട് ഉപയോഗിക്കുക. ഇങ്ങനെ ഒരുപാട് ഊഹിച്ച് അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ട് കവിതകൾ പിന്നെ വാഴ്ത്തുപാട്ടുകൾ സാധാരണയായിട്ട് ഉണ്ടാകുമെന്ന്. ഇതിന് വാർത്തകൾ എന്ന് പറയാ ലജ്ജ എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന അർത്ഥം. ഉളുപ്പെന്ന സാധനം പട്ടി കടിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ ഇമാതിരി വിഡ്ഢിത്തങ്ങൾ ആ ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുമോ? പക്ഷെ അതിൽ ഏറ്റവും സങ്കടകരമായ സംഭവം എന്താണ്? അത്തരം സംഭവങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പത്രങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ശരിക്കും വാർത്തകൾ എന്ന് പറയാം ഇത്തരം അധമത്വപൂർണ്ണമായിരിക്കുന്ന അസംബന്ധങ്ങളുടെ പ്രസ്താവനകൾ പത്രങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മാതിരി വിഡ്ഢിത്തങ്ങളും വിഡ്ഢിത്തങ്ങളൊന്നും ഇവർക്ക് വേറെ പിടിച്ചു പറയൊന്നുമില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആളുകൾക്ക് പറഞ്ഞ പുതിയ വാർത്തകൾ എന്നാൽ കോവർ കഴുതകളാണോ? ഇത്തരം ഒരു ആഭാസത്തിലേക്ക് നമ്മൾ ഒറ്റൊരു പോയിന്റ് കൂടി പറയാൻ അവസാനിപ്പിക്കും. ഏറ്റവും വലിയ വിഷയം എന്താ പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന കെടുതികൾ ചെയ്യുന്നതിന് മുന്നറിയിപ്പ് നൽകിയത് കേരളത്തിലെ ഗവർണറായിരുന്നു. യൂണിവേഴ്സിറ്റികൾക്കകത്ത് കൊള്ളാവുന്ന ആളുകളെ മാത്രമേ വൈസ് ചാൻസലർമാരായി ഇരുത്താവൂ എന്ന് പറയാവുന്ന ഏറ്റവും കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളായിരുന്നല്ലോ ഈ കേരളത്തിലെ പിന്നെ ഗവർണർ. ആ ഗവർണർക്കെതിരെ ആരെ കൊണ്ടാണ് സമരം ചെയ്യിപ്പിച്ചത്? ഏറ്റവും പുതിയ ചേതന എന്ന് പറയാവുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കൊണ്ടാണ് സമരം ചെയ്യിച്ചത്. SFIക്കാരെ കൊണ്ടാണ് സമരം ചെയ്യിപ്പിച്ചത്. SFIക്കാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് വിളിച്ചതാവട്ടെ ഏറ്റവും അൺപാർലമെന്ററി ആയിരിക്കുന്ന ഭാഷയാണ് പ്രയോഗിച്ചത്. ഈ അൺപാർലമെന്ററി ആയിരിക്കുന്ന ഭാഷ പ്രയോഗിച്ച് യൂണിവേഴ്സിറ്റിയെ എങ്ങനെയെങ്കിലും നന്നാക്കണം ശ്രമിക്കുന്ന ഒരാൾക്കെതിരെയായിട്ടാണ് ഈ പറയുന്ന മഹാപാതകളിൽ ഇതേ പാതകം തന്നെയാണ് ആർക്കെതിരായി വരുന്നത്. ഇത് മറ്റാൾക്കെതിരായിട്ടാണ്, ഇയാൾക്ക് അത് പിന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടല്ല എന്ന വാദവുമായി മറുവാദവുമായി വരിക. അതായത് പാർട്ടി എന്ന് പറയുന്ന ഈ നശിച്ച സംഘടനാ സംവിധാനത്തെ ഒരു തരത്തിൽ പോലും റിഫൈൻഡ് ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന സാധ്യതകളെ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഏറ്റവും എന്താ പറയാ അൺകൾച്ചേർഡായിരിക്കുന്ന ഏറ്റവും പ്രിമിറ്റീവായിരിക്കുന്ന മാനസികാവസ്ഥയുള്ളവരുടെ കേന്ദ്ര ബിന്ദുവായി ഈ പാർട്ടി സംഘടനാ സംവിധാനം മാറ്റപ്പെട്ടിരിക്കുന്നുവെന്നും അതിനെതിരെ ഈ ഏറ്റവും വലിയ ഈ പറയുന്ന പുതിയ പൊൻപുലരിയിൽ MT വാസുദേവൻ നായർ ഒരു കലാപത്തിന്റെ ഹരിശ്രീ കുറിക്കാൻ ആഹ്വാനം ചെയ്തു എന്നതാണ് വാസ്തവത്തിൽ MT നടത്തിയിരിക്കുന്ന ഈ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന പ്രസ്താവനയുടെ പിറകിലുള്ള ഏറ്റവും സുന്ദരമായ രാഷ്ട്രീയമെന്ന് വിചാരിക്കാനും കരുതാനുമാണ് എനിക്ക് ഇഷ്ടം എന്നതാണ് നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്.